അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം വല്ലുഹ സൂറത്ത് പതിവാക്കിയാൽ ഒരാൾ ലുഹ സൂറത്ത് അഥവാ വല്ലുഹ വല്ലൈലി ഇസാ സജ എന്ന് തുടങ്ങുന്ന ഈ സൂറത്ത് ഒരാൾ പതിവാക്കിയാൽ അയാൾക്ക് കിട്ടുന്ന നേട്ടങ്ങളെക്കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. എല്ലാവർക്കും ഏകദേശം ആളുകൾക്കും അറിയാം ലുഹ സൂറത്തിൻ്റെ അതിൻ്റെ ഉള്ള പ്രത്യേകതകൾ, അതിനുള്ള തരുന്ന കൂലി. ഈ ലോകത്ത് തന്നെ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾക്ക് കിട്ടുന്ന നേട്ടങ്ങളും കുറേ ആളുകൾക്കും അറിയാം. ഇത് ഓതുന്നവർക്ക് അതിൻ്റെ രഹസ്യങ്ങൾ അറിയാം. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട്, മുത്തുനബി തങ്ങൾ പറഞ്ഞു, വല്ലുഹ സൂറത്ത് ആരെങ്കിലും രാവിലെയും വൈകുന്നേരവും 7 തവണ പതിവാക്കിയാൽ അയാളുടെ ധനം ഒന്നും പാഴാകില്ല, അയാളുടെ വീട്ടിൽ നിന്ന് മോഷണം പോവുകയില്ല. 3, അയാളുടെ വീട്ടിൽ ഫസാദ് ഉണ്ടാവുകയില്ല. 4, കോളറയോ പ്ലേഗോ പിടിപെടില്ല. 5, പിശാചുക്കളും മോഷ്ടാക്കളും അവനെ പിന്തിരിയും. 7, 6 അടയാളാണ് പറഞ്ഞത്. കിതാബ് ഖവാസുൽ ഖുർആൻ എന്ന ഗ്രന്ഥത്തിൽ കാണാം. സമ്പത്ത് വർദ്ധിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ സൂറത്ത് പതിവാക്കുക. വല്ലുഹ സൂറത്തിൻ്റെ ഗുണഫലങ്ങൾ ധാരാളമുണ്ട്, പറഞ്ഞാൽ തീരുകയില്ല. അത്രയും പവറുള്ള സൂറത്താണ് വല്ലുഹ സൂറത്ത്. ഇത് നമ്മൾക്ക് കഴിയുമെങ്കിൽ നമ്മൾ എല്ലാ വക്ത് നിസ്കാരത്തിന് ശേഷം ഒരു 11 തവണയെങ്കിലും ഓതാൻ ശ്രമിക്കുക. ഇതിൽ പറയുന്നത് ആരെങ്കിലും രാവിലെയും വൈകുന്നേരവും 7 തവണ പതിവാക്കിയാൽ, പക്ഷെ നമ്മൾക്ക് അതിനേക്കാളും കൂടുതൽ ഓതുന്നതിൽ പ്രശ്നമില്ല. എല്ലാ നിസ്കാര ശേഷവും 11 തവണ ഓതുകയാണെങ്കിലും ഇതിനേക്കാളും പുണ്യം നമ്മൾക്ക് കിട്ടും എന്നുറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് മുതൽ എൻ്റെ ഈ വീഡിയോ കണ്ട, ഈ ക്ലാസ് കേട്ട ഉടനെ നിങ്ങൾ തീരുമാനമെടുക്കുക. എനിക്കെൻ്റെ ജീവിതത്തിൽ ബർക്കത്തും വേണം, എനിക്കെൻ്റെ സമ്പത്ത് ഒന്ന് പുരോഗമിക്കണം എന്നാഗ്രഹിക്കുന്നവർ പിന്നെ ഇന്ന് തന്നെ ഓതുക. നിങ്ങൾ തുടങ്ങുക, ഇന്ന് തന്നെ ഇങ്ങ് തുടങ്ങുക, നാളേക്ക് വെക്കരുത്. അതുപോലെ പരലോകത്തിൽ വിജയം ആഗ്രഹിക്കുന്നവരും നിങ്ങൾ ഈ സൂറത്ത് ഓതുക. ഇതിന് വലിയൊരു പുണ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നിങ്ങളോട് അതിൻ്റെ ഗൗരവത്തോടെ ഞാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ 5 വക്ത് നിസ്കാരത്തിന് ശേഷവും 11 തവണ ഓതാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ രാവിലെയും വൈകുന്നേരം 7 തവണയെങ്കിലും ഓതാൻ ശ്രമിക്കുക. അല്ലാഹു തആല നമ്മളെ എല്ലാ കഷ്ടപ്പാടുകളൊക്കെ നീക്കി തരുമാറാവട്ടെ. നമ്മളുടെ അതുപോലെ സമ്പത്തിലും മുതലിലും അല്ലാഹു തആല നല്ല ബർക്കത്ത് ചെയ്യട്ടെ. അതുപോലെ നമ്മളുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അല്ലാഹു തആല പൂർത്തീകരിച്ച് തരുമാറാവട്ടെ. നമ്മൾ എന്ത് രോഗം കൊണ്ട് വിഷമിക്കുന്നുണ്ട്, എല്ലാ രോഗങ്ങളും അല്ലാഹു തആല ശിഫയാക്കി തരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.